വിശേഷം ഫ്രണ്ട്സ്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വന്നിട്ടുണ്ട് നിങ്ങളെ മുമ്പിൽ. നല്ലൊരു ചെമ്മീൻ അടൻ്റെ റെസിപ്പി, നമ്മളെ തലശ്ശേരി വിഭവം അടിപൊളി അട ഞാനിവിടെ തയ്യാറാക്കാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 3 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ഇതിൽ വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഞാൻ ഒന്നേ ചേർക്കുന്നുള്ളൂ, ഇതിന് അത്ര വേണ്ട. അപ്പോൾ ഞാനൊരു തക്കാളി ചേർത്തിട്ട് അതുകൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടോ അട? അതിതാ പച്ചമുളക് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഒരു 3 ഞാൻ മുറിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലും തേങ്ങയിലും അരക്കാൻ എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് മാത്രമേ വേണ്ടൂ. അപ്പോൾ അത് നന്നായി നമുക്ക് നല്ല വഴറ്റി മൂപ്പിച്ചെടുക്കാം. നല്ല കളറ് ഡാർക്കായി വരുന്നത് നല്ലോണം മൂപ്പിച്ചെടുത്ത്. അപ്പോൾ അതിന് ശേഷം നമ്മളെ ചെമ്മീനാണ് ഞാനിതിന് അടക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചെമ്മീൻ അതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ചെമ്മീൻ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഒരു റോസ്റ്റ് പോലെ ഇങ്ങനെ കുറച്ച് നേരം മൂടി വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുന്ന പോലെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പിന്നെ ഞാനൊരു 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, കൂടുതലൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും ചെറിയ ജീരകവും ഇഞ്ചിയും ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ ഈ മസാല ഇതാ കൊഞ്ചിൻ്റെ ചെമ്മീൻ്റെ മസാല നന്നായിട്ട് മുരിഞ്ഞ പോലെ മസാല ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കിയത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മസാല അടൻ്റെ മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നല്ല എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്നുകൂടി തുറന്ന് നോക്കി ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. നമ്മൾ ടേസ്റ്റിയായ നല്ല ടേസ്റ്റാണിത് ചെമ്മീൻ്റെത്. അപ്പോൾ അത് ഏകദേശം നമ്മളെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് കൂടുതൽ ഐറ്റംസ് ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഉള്ളി, പിന്നെ ഒരു ചെറിയൊരു തക്കാളി, അങ്ങനെ കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് അരപ്പിലേക്കും വേണ്ട ഐറ്റംസും ചേർത്ത് നന്നായി നമ്മൾ ഈ മസാല തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഒരു ഐറ്റം കൂടി ഇടാനുണ്ട്, മസാലപ്പൊടി, ഗരം മസാല. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവി ആയിട്ട് കിട്ടണം, എന്നാലും അട വരത്തുമ്പോൾ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ല ഗ്രേവി ആയിട്ടുണ്ട്, കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് നമ്മളെ മസാല. അങ്ങനെ ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ഗ്രേവിയുടെ തയ്യാറായിട്ടുണ്ട് മസാല. അങ്ങനെ ഞാനിതാ അട ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് കാണിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇലയിലേക്ക് ഞാൻ മറന്നുപോയി, ഇതിൽ അരി അരച്ചത് കഴിഞ്ഞ വീഡിയോയിൽ
കല്ലുമ്മക്കായൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ലേ, അപ്പോൾ അതിൽ തേങ്ങയും ജീരകമൊക്കെ ചേർത്തിട്ടാണ് അരച്ചത്. അതിന് പകരം ഞാനിതിലേക്ക് തേങ്ങ മാത്രം ചേർത്തിട്ട് അരി ഒരു കുതിർക്കണമല്ലോ, തിളപ്പിച്ച വെള്ളത്തിൽ കുതിർത്തിട്ട് പിന്നെ കല്ലുമ്മക്കായൻ്റെ അതുപോലെ തന്നെയാണ് ഇതും ചെയ്തത്. തിക്കായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആമിസിൻ്റെ പത്തിരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തു. നല്ല ഇതായിട്ട് കുഴച്ചെടുത്തിട്ടാണ് ഞാൻ ഈ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ അട ചെയ്ത നന്നായിട്ട് ഞാൻ മസാലയൊക്കെ വെച്ച് അട ഞാൻ പരത്തി റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുകൂടാണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. എങ്ങനെയുണ്ട് നമ്മളെ തലശ്ശേരി അട എന്നൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു ഇത് തരുന്നത്. അപ്പോൾ ഞങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യാം. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. ഇത് നമ്മളെ തലശ്ശേരി ഐറ്റംസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാവരും ഇടുന്നതാണ്. തലശ്ശേരി ചാനലുകൾ കുറേ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ അട ഒന്ന് പരത്തി വെച്ചത് വെള്ളം തിളച്ച് വരുമ്പോൾ അപ്പച്ചെമ്പിലേക്ക് ഞാൻ ഈ അടയൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ പരത്തി വെച്ച അട മൊത്തം ഇതിൽ വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മൂടി വെച്ചിട്ട്, അപ്പോൾ അത് മൂടി വെച്ചിട്ട് പിന്നെ 10 മിനിറ്റ് അങ്ങനെ ആവി കൊള്ളുമ്പോഴേക്കും നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പരത്തിയത് ഇടാം. ഇത് വലിയൊരു അപ്പച്ചമ്പായതുകൊണ്ട് എല്ലാം ഇതിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട്. അന്ന് കണ്ടില്ലേ കല്ലുമ്മക്കായൻ്റെ ചെയ്ത അതേപോലെ തന്നെ രണ്ടാമത് ആവി കൊള്ളിച്ചതിന് ശേഷമാണ് ഞാനിതും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു 10-20 മിനിറ്റിന് ശേഷം നമ്മൾ അട ചെയ്ത അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തലശ്ശേരി മസാല ചെമ്മീൻ മസാല അടയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഒന്ന് കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.